69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആൻസർ അല്ലു അർജുനാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് കൂടെ ഇതിനോടൊപ്പം പഠിക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025 പ്രധാനപ്പെട്ട ജേതാക്കളുടെ കാര്യം ആണ് പറയാൻ പോകുന്നത്. മികച്ച നടൻ ഷാരൂഖ് ഖാൻ. ജവാൻ എന്ന ഫിലിമിലെയാണ് ഷാരൂഖ് ഖാൻ മികച്ച നടനായത്. വിക്രാന്ത് മാസി 12th ഫെയിൽ. വിക്രാന്ത് മാസി 12th ഫെയിൽ. അപ്പം ഇവർ രണ്ടുപേരുമാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2025 ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഇത് 2023 ആ ഒരു കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പുരസ്കാരം കൊടുത്ത വർഷം 2025 ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഷാരൂഖ് ഖാൻ ആണ് മികച്ച നടൻ, ചിത്രം ജവാൻ. വിക്രാന്ത് മാസി മികച്ച നടൻ, 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ എന്ന് പറയുന്ന ഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് റാണി മുഖർജിയെ തെരഞ്ഞെടുത്തത്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് ആണ്. മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്ക് ആണ്. മികച്ച സഹനടൻ വിജയരാഘവൻ. പൂക്കാലം എന്ന ഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച സഹനടൻ എന്ന കാറ്റഗറിയിൽ വിജയരാഘവന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. MS ഭാസ്കർ. പാർക്കിംഗ് എന്ന ഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. MS ഭാസ്കർ. മികച്ച സഹനടിക്ക് ഉർവശിക്കും ജാനകി ബോഡിവാലയ്ക്കും ആണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഉർവശിക്കും ജാനകി ബോഡിവാലയ്ക്കും. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കും ജാനകി ബോഡിവാലയ്ക്ക് വശ് എന്ന് പറയുന്ന സിനിമയ്ക്കും ആണ് കൊടുത്തിരിക്കുന്നത്. മികച്ച സംവിധായകൻ സുദീപ് തോസൻ. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് സുദീപ് തോസെന്നിന് മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സുദീപ് തോസെൻ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആണ് മോഹൻദാസ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്. 2018 എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള അവാർഡ് മോഹൻദാസിന് ലഭിച്ചത്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി ആണ് മികച്ച എഡിറ്റർ. പൂക്കാലം എന്ന സിനിമയ്ക്കകത്തെ മികച്ച എഡിറ്റർ മിഥുൻ മുരളി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? തുറന്നിട്ട വാതിൽ, കാലം സാക്ഷി, വേരുകൾ, എന്റെ കഥ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. കാലം സാക്ഷി ആണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രം ആണ് തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രം ആണ് തുറന്നിട്ട വാതിൽ. ഇനി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് ടച്ചിങ് ദ സോൾ. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആണ് ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആണ് ഉമ്മൻചാണ്ടി. മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആണ് ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടിയിട്ട് മികച്ച പൊതുപ്രവർത്തകനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം അന്തരിച്ചത് 2023 ജൂലൈ 18 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. പ്രധാനപ്പെട്ട കൃതികൾ ചങ്ങല ഒരുങ്ങുന്നു. ചങ്ങല ഒരുങ്ങുന്നു. കേരളത്തിന്റെ ഗുൽസാരി. കേരളത്തിന്റെ ഗുൽസാരി. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ. മറുപടി കിട്ടാത്ത കത്തുകൾ. മറുപടി കിട്ടാത്ത കത്തുകൾ. ഒന്നുകൂടെ പറയാം, നിങ്ങൾ മനസ്സിൽ പറയുക. ചങ്ങല ഒരുങ്ങുന്നു ഉമ്മൻചാണ്ടിയുടെ കൃതിയാണ്. കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, മറുപടി കിട്ടാത്ത കത്തുകൾ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ, ന്യൂസിലൻഡ്, ചൈന, UAE. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇന്ത്യ ആണ് 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത്. 2025 നമുക്ക് നോക്കാം. 2025 ഇന്ത്യയാണ്
ആതിഥേയത്വം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ടോട്ടലി മിസ് വേൾഡിന് വേണ്ടിയിട്ട് 3 ടൈംസ് ആണ് വേദിയായിരിക്കുന്നത്. 1996-ലും 2023-ലും 2025-ലും ടോട്ടൽ 3 തവണയാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ഈ മിസ് വേൾഡ് പരിപാടി നടക്കുന്നത്. 1996, 2023, 2025. മിസ് വേൾഡ് മത്സരത്തിൽ തായ്ലൻഡിന്റെ ആദ്യ വിജയമാണ് 2025-ൽ നടന്നത്. മിസ് തായ്ലൻഡ് ഒപാൽ സുജത ചുവാങ്ശ്രീ ആണ്. സുജത ചുവാങ്ശ്രീ ആണ് 2025-ലെ മിസ് വേൾഡ് കിരീടം നേടിയത്. രാജ്യം തായ്ലൻഡ്. ഇനിയും ഇവർക്ക് കിരീടമണിയിച്ചത് 2024-ലെ മിസ് വേൾഡ് ആയിട്ടുള്ള ക്രിസ്റ്റീന പിസ്കോവയാണ് അവരെ കിരീടം അണിയിച്ചത്. 2024-ലെ മിസ് വേൾഡ് ആയിട്ടുള്ള ക്രിസ്റ്റീന പിസ്കോവ ആണ് കിരീടം അണിയിച്ചത്. 2025-ലെ ജേതാവ് ഒന്നുകൂടെ പറയാം, ഒപാൽ സുജത ചുവാങ്ശ്രീ. ഒപാൽ സുജത ചുവാങ്ശ്രീ ആണ്. അവര് തായ്ലൻഡുകാരി ആണ്. ഇനിയും 2025-ല് മിസ് വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ്. 2025-ലെ മിസ് വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ്. 2023-ലേതാണെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടി ആണ്. 2023-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടി ആണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്, ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈദരാബാദ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് വിജയവാഡ. അപ്പം ഇത് 2024 ജനുവരി മാസം 19-ാം തീയതി ആണ് അനാച്ഛാദനം ചെയ്തത്. 2024 ജനുവരി മാസം 19-ാം തീയതി. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞത് 206 ഫീറ്റ് ആണ്. സ്റ്റാച്യു എന്നത് 125 ഫീറ്റും അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 81 ഫീറ്റും ആണ്. 81 അടി പീഠം ആണ് അതിനകത്ത് വരുന്നത്. ഇതിനെ സാമൂഹിക നീതി പ്രതിമ എന്ന പേരിലും അറിയപ്പെടുന്നു. സാമൂഹ്യ നീതി പ്രതിമ എന്നാണ് ഈ ഒരു പ്രതിമയുടെ പേര്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് വിജയവാഡയിലുള്ള അംബേദ്കറുടെ പ്രതിമയാണ്. 2023-ൽ അംബേദ്കറുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചു തെലങ്കാനയിൽ ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 175 അടിയാണ്. 175 അടിയാണ്. അത് വെങ്കല പ്രതിമയാണ്. അപ്പം അതാണ് രണ്ടാമത്തെ വലിയ അല്ലെങ്കിൽ ഉയരമുള്ള അംബേദ്കറുടെ പ്രതിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലും രണ്ടാമത്തേത് ആണ് 175 അടി ഉയരമുള്ള തെലങ്കാനയിലെ പ്രതിമയെന്നും പറയുന്നത്.